ഇതൊരു കളിയായിരുന്നോ അതോ ഒരു ഇതിഹാസ കാവ്യമായിരുന്നോ? വിവാദങ്ങൾ ധാരാളമുണ്ടായിരുന്നെങ്കിലും കളിയുടെ ഒഴുക്കിന് തടസ്സപ്പെടുന്ന വാർ അന്നില്ലായിരുന്നു എന്നതു തന്നെയായിരുന്നു ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഫുട്ബോൾ വിദഗ്ധരിൽ പലരും ഇന്ന് ഈ കളി മറന്നിരിക്കുന്നു. ആക്രമണ ഫുട്ബോളിൻ്റെ സൗന്ദര്യാത്മകത എന്താണെന്ന് കാണിച്ചു തന്ന ഒന്നായിരുന്നു ആ മത്സരം. ലോകകപ്പ് ഫുട്ബോൾ കണ്ട ഏറ്റവും മികച്ച മത്സരമേത്? അൺടോൾഡ് ഹിസ്റ്ററി മലയാളം ഇന്ന് പറയാൻ പോകുന്നത് ലോകകപ്പ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും മികച്ച മത്സരങ്ങളെന്ന് വാഴ്ത്തപ്പെട്ട ഒരു മത്സരത്തെക്കുറിച്ചാണ്. ബ്രസീലോ അർജൻറ്റീനയോ ജർമ്മനിയോ ഫ്രാൻസോ ഇറ്റലിയോ കളിച്ച ഒരു മത്സരമായിരുന്നില്ല അത്. ഫുട്ബോൾ പണ്ഡിറ്റുകൾ ഇന്നും ഏറ്റവും മികച്ചത് എന്ന് പറയുന്ന ഈ മത്സരം ഫുട്ബോൾ എലൈറ്റുകളല്ലാത്ത രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് നടന്നിട്ടുള്ളത്. 1986 മെക്സിക്കോ ലോകകപ്പ്. മറഡോണയുടെ ദൈവികമായ കാൽപാദങ്ങൾ ലോകത്തെ വിസ്മയിപ്പിച്ച കാലം. അന്ന് ലയോണിലെ എസ്റ്റോഡിയിൽ നടന്നത് വെറുമൊരു ഫുട്ബോൾ മത്സരം മാത്രമായിരുന്നില്ല. 120 മിനിറ്റ് നീണ്ടുനിന്ന ഒരു ഗ്ലാഡിയേറ്റർ യുദ്ധമായിരുന്നു. 120 മിനിറ്റ് നീണ്ട ആ പോരാട്ടം കായിക ലോകത്തിന് ഇന്നും വിസ്മയത്തോടു കൂടി മാത്രമേ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. 7 ഗോളുകൾ, ഒരു ഇതിഹാസ താരത്തിൻ്റെ ഹാട്രിക്ക്, തീരാത്ത വിവാദങ്ങൾ. കളി തീരുന്നത് വരെ ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു ആ മത്സരം. ഗ്രൗണ്ടിൻ്റെ ഒരു വശത്ത് വിഖ്യാത ടീമായ സോവിയറ്റ് യൂണിയനായിരുന്നു. 2 ബാലൻഡോർ ജേതാക്കൾ ഉൾപ്പെട്ടതായിരുന്നു അന്നത്തെ സോവിയറ്റ് യൂണിയൻ ടീം. 1975 ബാലൻഡോർ ജേതാവ് ഒലെഗ് ബ്ലോഗിനും 1986 ബാലൻഡോർ ജേതാവ് ഇഗോർ ബെലനോവും. ഇവിടെ ഒരു ചോദ്യമുണ്ട്. 1986 ലോകകപ്പ് മറഡോണയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് കളി കഴിഞ്ഞതിന് ശേഷം പ്രഖ്യാപിച്ച ബാലൻഡോർ പുരസ്കാരം ഇഗോർ ബെലനോവിന് നൽകിയത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് വീഡിയോയുടെ അവസാനത്തിൽ കാണാം. സയൻറ്റിഫിക് ഫുട്ബോൾ കളിക്കുന്ന 11 യന്ത്രമനുഷ്യരോട് നിങ്ങൾ എതിരിട്ടാൽ എങ്ങനെയിരിക്കും? ആ അവസ്ഥയായിരിക്കും മറ്റേ ടീമിനുണ്ടാവുക അന്നത്തെ സോവിയറ്റ് യൂണിയനോട് കളിക്കുന്ന സമയത്ത്. 350 മിനിറ്റും ഒരേപോലെ കളിക്കാൻ സാധിക്കുന്ന ആ ടീമിനെ തോൽപ്പിക്കുക എന്നത് അന്ന് അസാധ്യമായാണ് ഫുട്ബോൾ വിദഗ്ധർ കരുതിയത്. മികച്ച ടീമുമായി വന്ന ഹംഗറിയെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അവർ എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. കപ്പ് നേടാൻ സാധ്യതയുള്ള ഫേവറേറ്റുകളുടെ കൂട്ടത്തിലായിരുന്നു സോവിയറ്റ് യൂണിയൻ. മറുവശത്ത് വലിയ താരപ്രഭാവമില്ലാത്ത ഒരു ടീമായിരുന്നു ബെൽജിയം. നെഞ്ചിൽ തീക്കനലുകളുമായി നടന്ന ഒരു കൂട്ടം യുവാക്കളുടെ സംഘമായിരുന്നു ബെൽജിയം. അവരുടെ കോച്ചാവട്ടെ തന്ത്രശാലിയായ ഗൈ തൈസും. കളി തുടങ്ങി. 27-ാം മിനിറ്റ് ഇഗോർ ബെലനോവിൻ്റെ അതിവിദഗ്ധമായ ഒരു മിന്നൽ നീക്കം. സോവിയറ്റ് യൂണിയൻ ഒരു ഗോളിന് മുന്നിൽ. ഗാലറി ചുവന്ന കടലായി ഇരമ്പി. പക്ഷേ ബെൽജിയം തകർന്നില്ല. എൻസോ ഷിഫോയുടെ വക മറുപടി ഗോൾ. 1-1. രണ്ടാം പകുതിയിൽ വീണ്ടും ബെലനോവ്. ബെൽജിയത്തിൻ്റെ ഗോൾ മുഖം വിറച്ചു. ആ മനുഷ്യൻ അന്ന് മറ്റൊരു ലോകത്തായിരുന്നു. 2-1. പക്ഷേ സ്റ്റെഫാൻ ഡെമോളിൻ്റെ ഒരു ഹെഡർ വീണ്ടും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. സ്കോർ 2-2. 90 മിനിറ്റ് കഴിഞ്ഞു. ഇനി എക്സ്ട്രാ ടൈം. എൻസോ ഷിഫയുടെ ഒരു മാന്ത്രിക പാസ്, യാൻ കുളമെൻസിൻ്റെ അതിഗംഭീരമായ ഒരു ഫിനിഷിംഗ്. ബെൽജിയം 3-2 മുന്നിൽ. അതോടെ സോവിയറ്റ് യൂണിയൻ കൈമൈ മറന്ന് അറ്റാക്കിലേക്ക് നീങ്ങിയപ്പോഴാണ് ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ വീണ്ടും ഒരു ഗോൾ ബെൽജിയം അടിക്കുന്നത്. സ്കോർ 4-2. എല്ലാവരും കരുതി കളി കഴിഞ്ഞുവെന്ന്. പക്ഷേ ഇഗോർ ബെലനോവ് എന്ന ആ പോരാളി അപ്പോഴും പൊരുതുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വക ഹാട്രിക് ഗോൾ. സ്കോർ 4-3. ഒരു ലോകകപ്പ് മത്സരത്തിൽ ഹാട്രിക് നേടിയിട്ടും ആ മനുഷ്യൻ്റെ ടീമിന് അന്ന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. മത്സരശേഷം 2 ടീമുകളിലെയും കളിക്കാർ ഗ്രൗണ്ടിൽ തളർന്നു വീഴുകയായിരുന്നു. അത്രയ്ക്കും ഇൻറ്റൻസിറ്റി ഏറിയ ഒരു കളിയായിരുന്നു 2 ടീമുകളും ഗ്രൗണ്ടിൽ കാഴ്ചവെച്ചത്. ഇതൊരു കളിയായിരുന്നോ അതോ ഒരു ഇതിഹാസ കാവ്യമായിരുന്നോ? വിവാദങ്ങൾ ധാരാളമുണ്ടായിരുന്നെങ്കിലും കളിയുടെ ഒഴുക്കിന് തടസ്സപ്പെടുന്ന വാർ അന്നില്ലായിരുന്നു എന്നതു തന്നെയായിരുന്നു ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 120 മിനിറ്റ് നീണ്ട ആ പോരാട്ടം
കായിക ലോകത്തിന് ഇന്നും വിസ്മയത്തോടു കൂടി മാത്രമേ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. 1995 വരെ ബാലൻഡോർ യൂറോപ്യൻ താരങ്ങൾക്ക് മാത്രമാണ് കൊടുത്തിരുന്നത്. അതായത് യൂറോപ്യൻ ഫുട്ബോളിൽ കൊടുക്കുന്ന അവാർഡായിരുന്നു ബാലൻഡോർ. അതുകൊണ്ടാണ് മറഡോണയ്ക്ക് ബാലൻഡോർ ലഭിക്കാതിരുന്നത്.